വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ 65 ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ചിക്കൻ 65 ഉണ്ടാക്കാനായി ഞാനിപ്പം 3/4 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മുഷിട് മണമൊക്കെ പോയി കിട്ടാനായി കുറച്ച് വിനാഗിരി ഒഴിച്ച് വെച്ചതിന് ശേഷം കഴുകുന്നത് നല്ലതാണ്. ചിക്കൻ 65ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനായി 3 ടേബിൾ സ്പൂൺ തൈര് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേണ്ടത് ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടിയവർക്ക് കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവ് കുറച്ച് കൂട്ടിയിട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നന്നായി മസാല മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മസാലയൊക്കെ ചിക്കനെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മസാല പിടിക്കാനായി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ മസാല പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിപ്പം മസാല പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2-2.5 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചിക്കൻ്റെ പുറമെ നല്ലൊരു കോട്ടിങ്ങും ചിക്കൻ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാനാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇത് മിക്സ് ചെയ്തെടുത്തപ്പം കുറച്ചുകൂടെ ഒരു കോട്ടിങ് വേണം തോന്നി, അതുകൊണ്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഈ അരിപ്പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പം ചിക്കൻ വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിടുമ്പോൾ ഒന്നിനോട് ഒട്ടാതെ കുറച്ച് അകത്തി ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട ഉടൻ തന്നെ തവിയൊന്നും ഇടരുത്. അപ്പോൾ ചിക്കൻ്റെ പുറമേ ഉള്ള ആ കോട്ടിംഗ് ഒക്കെ തവിയിൽ ഒട്ടിപ്പിടിച്ചിങ്ങ് പോരും. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ആയതിനു ശേഷം മാത്രമേ തിരിച്ചൊക്കെ ഇടാൻ തുടങ്ങാവൂ. ചിക്കൻ്റെ അകമൊക്കെ നന്നായി വെന്ത് കിട്ടണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം എക്സ്ട്രാ ഓയിലൊക്കെ അങ്ങ് അബ്സോർബ് ആയിക്കൊള്ളും. ചിക്കൻ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇത് കഴിക്കാൻ മക്കൾ റെഡി ആയിരിപ്പുണ്ട്. ഇത് അവർക്ക് കൊടുക്കട്ടെ. ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും എണ്ണ നന്നായി ചൂടായി വന്നിട്ട് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഡ്രൈ റോസ്റ്റ് ചിക്കൻ 65 ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊരു താളിക്കൽ പരിപാടിയും കൂടെ ചെയ്യാം. അതിനായി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയും 2 ടീസ്പൂൺ എണ്ണ ഈ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5-6 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും 2-3 പച്ചമുളക് നടുക്കെ കീറിയതും 1 കപ്പ് കറിവേപ്പിലയും കൂട്ടിട്ടൊന്ന് മൂപ്പിക്കാം. തീ കുറച്ച് വെച്ച് കറിവേപ്പില ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. വെളുത്തുള്ളിയുടെ കളർ മാറുമൊന്നും വേണ്ട. ഇപ്പം കറിവേപ്പിലയൊക്കെ ക്രിസ്പി ആയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കളർ മാറുന്നതിന് മുമ്പായി ഈ സമയം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുക്കാം. ആദ്യം ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ള അത്രയും ചിക്കൻ ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. കൈകൊണ്ട് ഇതുപോലെ വിതറി ഇടുമ്പോൾ എല്ലായിടത്തും ആയി കിട്ടും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അവസാനം ഫ്രൈ ചെയ്ത് ചേർത്ത വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു മണം ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ചിക്കൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ചിക്കനകമൊക്കെ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.